ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 1-30 നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ജീവൻ്റെ ഉറപ്പ് എന്നൊക്കെയാണ്. നിങ്ങളിൽ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ഓരോരുത്തരും ഇരിക്കുകയാണല്ലോ. അപ്പം നമ്മിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലും ഇരിക്കുന്നു. അപ്പം ഒരു വലിയ ബന്ധം അവിടെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യവർഗത്തിന് ആവശ്യമുള്ള 4 കാര്യങ്ങൾ ഈ മഹത്തായ സത്യത്തെ പിന്തുടരുന്നതായിട്ട് നാം കാണുന്നു. ഈ വാക്കുകളെ ഈ സന്ദർഭത്തിന് മുമ്പ് നാം പല പ്രാവശ്യം പരിശോധിച്ചതാണ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ നമ്മൾ എത്രയോ പ്രാവശ്യം ഈ വാക്യങ്ങളൊക്കെ പരിശോധിക്കപ്പെട്ടു. പക്ഷേ അവിടെയെല്ലാം ദൈവസന്നിധിയിൽ നാം ഇനിയും പരിശോധിക്കുന്നതാണ്, നമ്മെ ഇനിയും പരിശോധിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കി. കാരണം പല സന്ദർഭങ്ങളിലും തിരുവെഴുത്തുകളിൽ ദൈവം ഇത് ആവർത്തിക്കുന്നു. രക്ഷയുടെ ഒരു വിശദീകരണമായി നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തെ കാണിക്കുന്നു. അപ്പോൾ ഇവയെല്ലാം ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതായും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനത്തെ വ്യാഖ്യാനിക്കുന്ന, തന്നെയുമല്ല നാം തമ്മിലുള്ള ഐക്യത്തെ അത് അറിയിക്കുന്നു. സേവനത്തിൻ്റെ ആവശ്യകത എന്തെന്ന് വെളിപ്പെടുത്തുന്നു. അപ്പം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ ഈ 4 വിഭവങ്ങളും ഒരുക്കി വരുന്ന നീരുറവയാണെന്ന് നാം മനസ്സിലാക്കി. നമുക്ക് ക്രിസ്തു ഉള്ളതുകൊണ്ട് ഇവയെല്ലാം നിത്യമായ ഒരു വിശ്വാസിയുടെ സമ്പത്താണെന്ന് മനസ്സിലാക്കി. ഇത് ക്രമീകരിച്ചിരിക്കുന്ന രീതി അസാധാരണമായി നമുക്ക് തോന്നാം. എന്നാൽ ഇവ പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിന് ഈ ക്രമത്തിൽ എഴുതുവാൻ നടത്തിയത് എന്തിനെന്ന് നമുക്കും മനസ്സിലാക്കാൻ കഴിയും. ദൈവകൃപ വിട്ടുമാറാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി നമ്മളെ ജീവിപ്പിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യും. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ നീതി നമ്മിൽ ചൊരിയപ്പെടുകയായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ കാണുന്നു. കർത്താവ് കാണുന്ന രീതിയിൽ, കർത്താവ് കാണുന്ന നീതിയിലും ക്രിസ്തുവിൻ്റെ നീതിയിലും കർത്താവ് തൃപ്തനാണ്. നാം ആ കർത്താവിലായിരിക്കുന്നത് കൊണ്ട് നമ്മെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയും വിശ്വാസവും. കരപുരണ്ട തുണികൾ പോലെയുള്ള നമ്മുടെ നീതി, ആ നീതിയുടെ പ്രവൃത്തികൾ, അതുമൂലം കർത്താവിൻ്റെ മുമ്പിൽ നിൽപ്പാൻ സാധ്യമല്ലാത്ത അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടായപ്പോഴും ക്രിസ്തുവിനെ നമുക്ക് തന്നതുകൊണ്ട് കർത്താവിൻ്റെ നീതി മൂലം നിവർന്നു നിൽക്കാം. അത് നമ്മുടെ അഭിമാനമാകുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ അതേ 3-ാമത്തെ വാക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ശുദ്ധീകരണമാണ്. അപ്പോൾ ക്രിസ്തുവിനെ നീതി മൂലം നാം ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കാം. എന്നാൽ
അതിൻ്റെ സ്വാഭാവികമായുള്ള നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിൽ നിന്നും വളരെ അകലെയാണ് എന്നും നമ്മുടെ ആത്മീക ജനനം തന്നെ അത് നടന്ന ഉടനെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ് ശുദ്ധീകരണം എന്നത് നമുക്ക് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അങ്ങനെ നാം ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം അത് നാം കർത്താവിനോട് കൂടെ അവനെ പോലെ ആകുന്നത് വരെ സംഭവിക്കുന്നു. നാം ദൈവത്തിനും ദൈവവചനത്തിനും അത് കീഴടങ്ങും വരെയും അതിൻ്റെ അനുഭവത്തിലൂടെ ദൈവകൃപയുടെ മഹത്വത്തിൻ്റെ അത് കീഴടങ്ങും തോറും ദിനം പ്രതി ഈ ശുദ്ധീകരണം നടക്കുന്നു. ഇതുമൂലം നമ്മെ കർത്താവ് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയാൽ മാറ്റുന്നു, പ്രതിമയായും മാറ്റുന്നു. അതിന് കീഴ്പ്പെടുത്തി കൊടുക്കും. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇവിടെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. ഈ ആലോചന എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. അതെ, ആലോചന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണല്ലോ. ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ശരീരത്തോട് ആ ശരീരത്തോട് നാം അനുരൂപരാകുമ്പോൾ നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നു. അതിനായി കാത്തിരിക്കൂ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ അതിനായി സമർപ്പിക്കണം. അപ്പം ജ്ഞാനം, നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന് മഹത്വം കൊടുത്ത കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ക്രിസ്തുവിനായി നിനക്ക് നന്ദി പറയുന്നു. ആ കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്തോറും കർത്താവിൻ്റെ കലവറയെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നു. അവനിലൂടെ നീ എനിക്ക് തന്ന എല്ലാറ്റിനെയും നിനക്ക് നന്ദി പറയുന്നപ്പാ. കർത്താവ് മഹത്വം കൊടുക്കണേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.